ഇതാണ് ചാർലി, കണ്ണൂരിലെ കരുവഞ്ചാലിലെ അഭിഷേക് കുമാർ എന്ന ചെറുപ്പക്കാരന്റെ വളർത്തുനായും ട്രാവലിംഗ് പാർട്ട്ണറും. കാഴ്ചയിൽ ഒരു നാടൻ പട്ടിയാണെങ്കിൽ കൂടി ആളൊരു സംഭവമാണ്. ജനിച്ച് മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോൾ തന്നെ ഇന്ത്യ മുഴുവൻ ചുറ്റിക്കറങ്ങിയ കില്ലാടി. ഇവരുടെ യാത്രകളും ഫുട്ടോപീഡിയ എന്ന ഇൻസ്റ്റഗ്രാം യൂട്യൂബ് പേജുകളും സോഷ്യൽ മീഡിയയിൽ തന്നെ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി സ്നേഹി കൂടിയായ അഭിഷേക് കുമാർ പ്ലാസ്റ്റിക് രഹിത ചുറ്റുപാടിനെ സ്വപ്നം കണ്ട് യാത്രകൾ ചെയ്യുകയായിരുന്നു. ആ യാത്രയിൽ ചാർലി കൂടി കൂടിയപ്പോൾ അഭിഷേകിന്റെ ജീവിതത്തിനും ഒപ്പം യാത്രകൾക്കും പുതിയ അർത്ഥതലങ്ങൾ തന്നെ വന്നു ചേർന്നു. ചാർലിയുടെ യാത്രകളെ കുറിച്ചുള്ള ബ്ലോഗുകൾ കൂടുതൽ ജനശ്രദ്ധ നേടിയതോടെ അഭിഷേകിന്റെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കും സ്വീകാര്യത ലഭിച്ചു. ചാർലിക്ക് സുഗമമായി യാത്ര ചെയ്യാൻ വേണ്ടി പ്രത്യേകം സജ്ജീകരണങ്ങൾ തന്നെ ബൈക്കിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അഭിഷേകിനൊപ്പം ഒരുപാട് യാത്രകൾ ഇതിനോടകം തന്നെ ചാർലി ചെയ്തു. കേരളത്തിൽ തുടങ്ങിയ യാത്രകൾ ഇപ്പോൾ കാശ്മീർ വരെ എത്തി നിൽക്കുകയാണ്. ഇനി ചാർലിയെ കാത്തിരിക്കുന്നത് നേപ്പാളും ഭൂട്ടാനും പോലുള്ള മനോഹരമായ ദേശങ്ങളാണ്. ഈ യാത്രകളിലൂടെയൊക്കെ ഒരിക്കലും പിരിയാത്തവണ്ണം നല്ലൊരു സൗഹൃദവും അവർക്കിടയിൽ രൂപപ്പെട്ടു. ഫോട്ടോപീഡിയ എന്ന വ്ളോഗിംഗ് പേജിലൂടെ ഫോളോവേഴ്സിന് സുപരിചിതയായ ചാർലി ആളുകൾക്ക് പ്രിയപ്പെട്ടവളാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് ചാർലിയെ കിട്ടിയ കഥയാണ്. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുൻപ് കാശ്മീരിലേക്കുള്ള തന്റെ സൈക്കിൾ യാത്രാ മധ്യേ മുംബൈയിലെ തെരുവീതിയിൽ നിന്നാണ് അഭിഷേകിന് ചാർലിയെ കിട്ടുന്നത്. ജനിച്ച് മാസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു നായ്ക്കുട്ടിയായിരുന്നു അന്ന് ചാർലി. എന്തോ ഒരു ആത്മബന്ധം പോലെ വളരെ പെട്ടെന്ന് തന്നെ അവർ കൂട്ടായി. അഭിഷേക് അവൾക്ക് കുടിക്കാൻ പാൽ കൂടി നൽകിയതോടെ അവൾ അവനെ വിട്ടുപോകില്ലെന്നായി. ഒരുവിധം പട്ടിക്കുഞ്ഞിനോട് ടാറ്റ പറഞ്ഞ് തന്റെ യാത്ര തുടരാൻ തീരുമാനിച്ചെങ്കിലും സൈക്കിളിന് പിന്നാലെ ഓടി വരുന്ന പട്ടിക്കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് വരാൻ അഭിഷേകിന് മനസ്സ് വന്നില്ല. അവളെ കൂട്ടണോ വേണ്ടയോ എന്ന കൺഫ്യൂഷൻ അകറ്റാൻ വ്ളോഗർ കൂടിയായ അഭിഷേക് തന്റെ ഫോളോവേഴ്സിന്റെ അഭിപ്രായം കൂടി തേടി. ചോദിക്കേണ്ട താമസം അവർ ഗ്രീൻ ഫ്ലാഗ് നൽകി. അതോടെ ആ നായക്കുട്ടിയെയും കൂടെ കൂട്ടി. പിന്നൊരു പ്രശ്നം കൂടി, നായക്കുട്ടിക്ക് ഒരു പേര് വേണം. അതും ഫോളോവേഴ്സ് തന്നെ പരിഹരിച്ചു. ചാർലി എന്ന് പേര് നൽകി. ഇനിയും ഒരുപാട് സഞ്ചരിക്കാനുണ്ട് അഭിഷേകിനും ചാർലിക്കും. പുതിയ തീരങ്ങൾ തേടി, കാണാത്ത കാഴ്ചകൾ തേടി അവർ യാത്ര തുടരുകയാണ്. നമുക്ക് വേണ്ടി കാത്തിരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതം കളറാകും. ഇവിടെ ചാർലിക്കും അങ്ങനെ തന്നെയാണ്. അഭിയെ പിരിഞ്ഞ് ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ കഴിയില്ല. ക്യാമറമാൻ വൈഷ്ണവിക്കൊപ്പം സ്നേഹ.